ഇന്ന് ഖത്തറിലെ മറ്റൊരു കാഴ്ച സദസ്സിലേക്കാണ് മണൽ വഴികളിൽ മീഡിയ സോണിന്റെ യാത്ര. ദോഹ എന്ന തലസ്ഥാന നഗരിയുടെ പ്രൗഢവും ഗാംഭീര്യവുമേറുന്ന സിരാ കേന്ദ്രത്തിലേക്ക്. ഇത് സൂഖ് വഖഫ്. ഖത്തറിയ പൈതൃകങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും പുകഴ്പെറ്റ ഉദാഹരണമാണ് സൂഖ് വഖഫ് എന്ന് പറഞ്ഞാൽ അതിൽ അനർത്ഥങ്ങൾക്ക് സ്ഥാനമില്ല. നഗരത്തിൻ്റെ ഗതാഗത തിരക്കുകൾക്ക് ഒത്ത നടുവിലും തികഞ്ഞ ഗ്രാമീണ മുഖഛായയും ഒപ്പം പൗരാണികതയും ആധുനികതയും സമഞ്ജസമായി സമ്മേളിക്കുന്ന ഭാവവുമാണ് ഖത്തറിലെ മറ്റേതൊരു വിപണന വാണിജ്യ കേന്ദ്രത്തിൽ നിന്നും സൂഖ് വഖഫിനെ വ്യത്യസ്തമാക്കുന്നത്. ചെറിയൊരു കാലയളവിന് മുൻപ് വരെ ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് മൊത്തച്ചില്ലറ വ്യാപാരശാലകളുടെ കേന്ദ്രമായ ഇറാനി സൂഖ് എന്നായിരുന്നുവെങ്കിൽ ഖത്തർ തങ്ങളുടെ പാരമ്പര്യ തനിമയെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഖത്തറിന്റെ ഭരണസിരാ കേന്ദ്രമായ അമീർ ദിവാനും ഇസ്ലാമിക സമുച്ചയമായ ഫനാറിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന സൂഖ് വഖഫിന് ഏറെ അടുക്കും ചിട്ടയും ഭാവനയുമൊക്കെ സന്നിവേശിപ്പിച്ചുള്ള നിർമ്മാണ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള കല്ലുകളുടെ സൗന്ദര്യം ഒരർത്ഥത്തിൽ ഒരു ONV കവിതയുടെ വിവരണങ്ങൾക്ക് സമാനം. സ്ഥാപനങ്ങൾക്കിടയിലൂടെയുള്ള ഇടുങ്ങിയ വഴികളാവട്ടെ ഒരു പഴയ സംസ്കാരത്തിലേക്കുള്ള ഒറ്റയടി പാതകൾ പോലെ നമുക്ക് അനുഭവപ്പെടും. പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രങ്ങൾ, കഫ്റ്റീരിയകളുടെ വൈവിധ്യമാർന്ന നിര, ചിത്രപ്രദർശനശാലകൾ എന്നുവേണ്ട വസ്ത്രങ്ങളുടെയും ഊതുകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും ഒക്കെ വൻ ശേഖരം സൂഖ് വഖഫിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഖത്തറിലെ പഴമക്കാരായ പ്രവാസി മലയാളികൾ ഒരു കാലത്ത് ഒത്തുകൂടിയിരുന്നത് പഴയ ഇറാനി സൂക്കിലെ ബിസ്മില്ല ഹോട്ടൽ പരിസരത്തായിരുന്നുവെന്നതാണ് ചരിത്രം. ഫോണും മൊബൈലും ഒന്നും പ്രചാരത്തിലില്ലായിരുന്ന അക്കാലത്ത് ലോഞ്ചിനെത്തിയ മലയാളികൾക്ക് ആഴ്ച അവധികളിൽ കണ്ടുമുട്ടിയിരുന്നതും കുശലാന്വേഷണങ്ങൾ നടത്തിയിരുന്നതും കത്തുകൾ കൈമാറിയിരുന്നതും ഇതേ ബിസ്മില്ല ഹോട്ടലിന്റെ പരിസരത്താണത്രേ. ഒപ്പം ഒരുപക്ഷെ ഖത്തറിലെ വിലപേശൽ വിപണിയുടെ ആവിർഭാവവും ഇവിടെ നിന്നാവണം. പഴമയുടെ പെരുമ പേറുമ്പോൾ തന്നെ ഉപഭോക്താവിന്റെ ആവശ്യ നിവർത്തികൾക്കായി തീർത്തും വ്യത്യസ്തമായ ഒരന്തരീക്ഷമാണ് സൂഖ് വഖഫ് സ്വീകരിച്ചു പോരുന്നത്. അതുകൊണ്ടുകൂടിയാണ് മിഡിൽ ഈസ്റ്റിലെ തന്നെ എണ്ണപ്പെട്ട പൈതൃക വാണിജ്യ കേന്ദ്രമായി സൂഖ് വഖഫ് പരിഗണിക്കപ്പെടുന്നത്.